ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. നോർത്ത് കേരള സെക്ഷൻ്റെ ശാബത്ത് സ്കൂൾ പാഠപഠനത്തിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊള്ളുന്നു. നാം ഈ ക്വാർട്ടറിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത് വൻ വിവാദം എന്ന പാഠമാണ്. നാം ഇപ്പോൾ അതിൻ്റെ 7ാമത്തെ പാഠത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ആ പാഠത്തിൻ്റെ തലവാചകം പ്രത്യാശയിൽ പ്രചോദനം. ഇതിൻ്റെ മനപ്പാഠവാക്യമായി കൊടുത്തിരിക്കുന്നത് യെശയ്യാവിൻ്റെ പ്രവചനം 25-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രയും നാം കാത്തിരിക്കുന്നത്, അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രയും നാം കാത്തിരുന്നത്, അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാം എന്ന് അവർ പറയും. നമുക്ക് ഈ മനപ്പാഠവാക്യത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം, 2ാം വരവിനെ കുറിച്ചാണ് നാം ഈ ആഴ്ചയിൽ പഠിക്കുന്നത്. ഈ 2ാം വരവ് എപ്രകാരമാണ് അത് സംഭവിക്കുന്നതെന്നും ചിലർ അതെങ്ങനെ വ്യാഖ്യാനം ചെയ്യുന്നുവെന്നും ഒക്കെ നമുക്ക് ഈ പാഠത്തിൽ പഠിക്കാം. നമുക്കറിയാം, തിരുവെഴുത്തുകളുടെ കേന്ദ്ര വിഷയങ്ങളിലൊന്നാണ് ഈ 2ാം വരവ്. നാം വേദപുസ്തകത്തിലെ വിശുദ്ധ പേജുകളിലേക്കൂടെ കടന്നു പോകുമ്പോൾ അത് ഒരു സുവർണ നൂലാണ് ഈ കർത്താവിൻ്റെ 2ാം വരവ്. ഈ 2ാം വരവിനെ കുറിച്ച് അനേകം സ്ഥലത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. നാം നോക്കുകയാണെങ്കിൽ പഴയ നിയമത്തിൽ തന്നെ ഒരു വേദപണ്ഡിതൻ പറയുന്നത് 1845 സ്ഥലത്ത് ഈ യേശുവിൻ്റെ 2ാം വരവിനെ കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ നാം നോക്കുകയാണെങ്കിൽ 260 അധ്യായത്തിലായി 300 സ്ഥലത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നാം ഓരോ 25 വാക്യം എടുത്തു നോക്കുകയാണെങ്കിൽ അതിൽ ഒരെണ്ണം യേശുവിൻ്റെ 2ാം വരവിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പുതിയ നിയമത്തിൽ 27 പുസ്തകങ്ങളാണുള്ളത്. അതിൽ 23-ലും കർത്താവിൻ്റെ 2ാം വരവിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നാം നോക്കുമ്പോൾ ഈ പ്രൊട്ടസ്റ്റൻ്റ് രാജ്യങ്ങളായി മാറിയ ചില സ്ഥലമുണ്ട്. അതായത് പ്രൊട്ടസ്റ്റൻ്റുകാർ അവർക്ക് ഈ റോമൻ കത്തോലിക്ക സഭയുമായിട്ട് ചേർന്ന് പോകാൻ പറ്റാതിരുന്ന ആ സാഹചര്യത്തിൽ നവോത്ഥാന കർത്താക്കൾ അവർ ഇതുപോലെ പോളണ്ട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്നും അവർ പുതിയ സ്ഥലങ്ങളിലേക്ക് അവർ ചേക്കേറി, പ്രത്യേകിച്ച് അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലേക്ക് അവർ മാറുകയും അങ്ങനെ ആ സ്ഥലങ്ങളിൽ പോയി അവർ ഭയങ്കര സുരക്ഷിതമായി അവിടെ അവർ ഈ 2ാം വരവിനെക്കുറിച്ചും ബൈബിളിലുള്ള പ്രവചനങ്ങളെക്കുറിച്ചും എല്ലാം വളരെ വ്യക്തമായി അവിടെ പഠിക്കുകയും ചെയ്തു. അതിൽ പ്രധാനിയായ ഒരാളായിരുന്നു വില്യം മില്ലർ. ഈ വില്യം മില്ലർ ബാപ്റ്റിസ്റ്റ് സഭയുടെ ഒരു വിശ്വാസിയായിരുന്നു. അയാളൊരു കർഷകനായിരുന്നു. അദ്ദേഹവും യേശു ഉടനെ വരുമെന്ന് വിശ്വസിക്കുകയും അതുപോലെ തന്നെ ഈ ബൈബിൾ വളരെയധികം ദാനിയേലും വെളിപ്പാടും എല്ലാം വളരെയധികം ശ്രദ്ധിച്ച് പഠിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ജീവകാലത്ത് തന്നെ യേശു വരുമെന്ന് അദ്ദേഹം വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു മൂവ്മെൻറ്റിൻ്റെ പേര് മില്ലറൈറ്റ് മൂവ്മെൻ്റ് എന്ന് പറയും. ആ മില്ലറൈറ്റ് മൂവ്മെൻറ്റിൽ അനേകർ വിശ്വസിക്കുകയും അനേകർ അദ്ദേഹത്തിൻ്റെ കൂടെ ചേരുകയും ചെയ്തു. ക്രിസ്തുവിൻ്റെ 2ാം വരവ് നൂറ്റാണ്ടുകളായി വിശ്വാസികളുടെ ഹൃദയത്തിൽ സന്തോഷം നിറച്ചത് എന്തുകൊണ്ടാണെന്നും ആ മഹത്തായ സംഭവത്തിന് നമുക്ക് എങ്ങനെ തയ്യാറാകാമെന്നും ഈ ആഴ്ചയിലെ പാഠത്തിൽ നാം പഠിക്കാം. ഈ ആഴ്ചയിലെ പാഠത്തിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് ക്രിസ്തുവിൻ്റെ 2ാം വരവിനെ കുറിച്ചും അത് എന്തുകൊണ്ടാണ് അതൊരു മഹത്തായ സംഭവമായിരിക്കുന്നത്, അതിന് എങ്ങനെയൊക്കെ നമുക്ക് തയ്യാറെടുക്കാം എന്നൊക്കെ നമുക്ക് പഠിക്കാം. ഇത് ആധാരമാക്കിയിരിക്കുന്നത് വൻ പോരാട്ടം എന്ന പുസ്തകത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള അധ്യായങ്ങളാണ്. നമുക്കത് നന്നായി വായിച്ച് ഈ പാഠവും പഠിച്ച് നമുക്ക് മുന്നേറാം. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ഞായറാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ഞായറാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് അവൻ്റെ തിരിച്ചുവരവിൻ്റെ വാഗ്ദാനം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നവോത്ഥാന കർത്താക്കൾ പല രാജ്യങ്ങളിൽ നിന്നും സുരക്ഷിതമായ രാജ്യങ്ങളിലേക്ക് മാറി. അമേരിക്കയിൽ അതുവരെയും ആൾ താമസമില്ലാതെ അവിടെ ഈ റെഡ് ഇന്ത്യൻസ് മാത്രം താമസിച്ചിരുന്ന ഒരു സ്ഥലമായിരുന്നു. അവിടേക്ക് അധികം പേരും പ്രൊട്ടസ്റ്റൻ്റുകാരാണ് ആദ്യമേ അവിടെ ചേക്കേറിയത്.
അവരവിടെ പോവുകയും ജോൺ വിക്ലിഫ്, ജോൺ കാൽവിൻ അങ്ങനെയുള്ള പരിഷ്കർത്താക്കളും എല്ലാം ഇതിൽ അവരെ സഹായിക്കുകയും അവരോടൊപ്പമായിരിക്കുകയും ചെയ്തു. അങ്ങനെ നാം നോക്കുമ്പോൾ ഈ ജോൺ കാൽവിനും വനിതകളും പുരുഷന്മാരോടും എല്ലാം പല രീതിയിൽ അവരുടെ സംശയങ്ങൾ നീക്കുകയും യേശുവിൻ്റെ രണ്ടാം വരവ് നമ്മൾ സന്തോഷിക്കേണ്ട ഒരു കാര്യമാണ്, ഒരിക്കലും ഭയക്കേണ്ട ഒരു കാര്യമല്ല എന്ന് അവരോട് പറയുകയും ചെയ്തു. ഇവിടെ നമുക്ക് കുറച്ച് വാക്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഈ വേദഭാഗങ്ങൾ നൂറ്റാണ്ടുകളായി ക്രിസ്ത്യാനികൾക്ക് അത്തരം പ്രത്യാശ നൽകുന്നത്? ഒരു ഭയക്കേണ്ട കാര്യമല്ല, ഒരു പ്രത്യാശയുടെ കാര്യമാണ് യേശുവിൻ്റെ രണ്ടാം വരവെന്ന് കാണിക്കുന്ന വാക്യങ്ങളാണത്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 3 വരെ വായിക്കുമ്പോൾ നമുക്ക് അവിടെ മനസ്സിലാക്കാൻ സാധിക്കും, നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകരുത് എന്നവിടെ പറഞ്ഞിരിക്കുന്നു. ആ ഹൃദയം കലങ്ങാതെ യേശുവിന് വേണ്ടി കാത്തിരിക്കാൻ പറയുന്നു. അതുപോലെ തന്നെ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോഴും അവിടെ പ്രത്യാശ നൽകുന്ന ഒരു വാക്യമാണ് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത്. അതുപോലെ തീത്തോസ് 2:11 മുതൽ 14 വരെ നോക്കുമ്പോഴും ഭാഗ്യകരമായ ഒരു പ്രത്യാശ എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത്. നാം നോക്കുമ്പോൾ യേശുവിൻ്റെ വരവ് കൊണ്ട് നമുക്ക് അനേകം കാര്യങ്ങൾ, അനേകം ഗുണങ്ങൾ നമുക്കുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. നോക്കുമ്പോൾ രോഗത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും മരണത്തിൻ്റെയും ദാരിദ്ര്യത്തിൻ്റെയും അനീതിയുടെയും അടിച്ചമർത്തലിൻ്റെയും അവസാനമായിരിക്കും കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവ്. അതുപോലെ തന്നെ പിന്നെ കലഹമില്ല, സംഘർഷമില്ല, യുദ്ധമില്ല, സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ക്രിസ്തുവിനോടൊത്തുള്ള ശാശ്വതമായ സഹവാസത്തിൻ്റെയും ദിനങ്ങളായിരിക്കും പിന്നെയുള്ളത്. അതുകൊണ്ട് തന്നെ പിന്നെ ഒരു രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, വേർപാടില്ലാത്ത ഒരു ലോകത്തിലായിരിക്കും നാം പ്രവേശിക്കുവാൻ പോകുന്നത്. അതുപോലെ നാം നോക്കുമ്പോൾ യേശുവിൻ്റെ വരവിൻ്റെ പ്രത്യാശയെക്കുറിച്ച് നമ്മൾ ഈ വാക്യങ്ങളിൽ കേട്ടു. അതാണ് യേശു ഇവിടെ നിന്ന് ക്രൂശീകരണം കഴിഞ്ഞ് ഉയർത്തെഴുന്നേറ്റ് ഒലിവ് മലയിൽ നിന്നുമാണ് ദൈവം സ്വർഗത്തിലേക്ക് പോകുന്നത്. ആ മലയിൽ നിന്ന് സ്വർഗത്തിലേക്ക് സ്വർഗാരോഹണം ചെയ്ത് പോകുന്ന സമയത്തും യേശുവിൻ്റെ അവസാനത്തെ വാക്കുകൾ പ്രത്യാശ നൽകുന്നതായിരുന്നു. ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ ചേർക്കും എന്നുള്ളൊരു പ്രത്യാശയാണ് അവിടെ കൊടുത്തത്. ആ പ്രത്യാശ അവർക്കെല്ലാവർക്കും ഉത്തേജനം നൽകുന്നതായിരുന്നു. കാരണം കഷ്ടതകളുടെയും പീഡനങ്ങളുടെയും മധ്യേ വലിയവനായ ദൈവത്തിൻ്റെയും നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെയും പ്രത്യക്ഷത അവരുടെ ഭാഗ്യകരമായ പ്രത്യാശയായിരുന്നു. അതുപോലെ കർത്താവിൻ്റെ വരവിൻ്റെ സാക്ഷികളാകാമെന്ന് പ്രത്യാശിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും നമുക്ക് വീണ്ടും കാണാം എന്നുള്ളൊരു പ്രത്യാശയും അവിടെ കൊടുക്കുന്നു. ഇവിടെ തെസ്സലോനിക്കർക്ക് ഒരു സംശയം ഉടലെടുക്കുന്നു. കാരണം അവരുടെ കൂടെയുള്ളവരെല്ലാവരും തന്നെ കർത്താവിനെ വീണ്ടും കാണാമെന്നുള്ള പ്രത്യാശയിലാണ് അവർ ജീവിച്ചത്. എന്നാൽ അവരുടെ ഇടയിൽ ചില മരണങ്ങൾ സംഭവിച്ചപ്പോൾ അവരുടെ സംസ്കാര ചടങ്ങിൽ അവരെല്ലാവരും അതീവ ദുഃഖിതരായിരുന്നു. എന്നാൽ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്. അതിൽ 1 തെസ്സലോനിക്കർ 4-ാം അധ്യായം അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യം നാം നോക്കുമ്പോൾ അവിടെ നമുക്ക് കാണാൻ സാധിക്കും, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോടൊരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ വചനങ്ങളെ കൊണ്ട് അന്യോന്യം ആശ്വസിപ്പിച്ചുകൊള്ളുകയും. അപ്പോൾ എന്താണ് ആ ഭാഗ്യകരമായ പ്രത്യാശയുടെ കാര്യം അവരോട് പൗലോസ് പറയണം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും ആശ്വാസമാവുകയും ആ ദുഃഖം മാറി പ്രത്യാശ കൊണ്ട് അവരുടെ മനസ്സുകൾ നിറയുകയും ചെയ്തു. ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു, നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് കർത്താവിൻ്റെ വരവ് ഇത്ര പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം നാം നേരത്തെ കണ്ടതുപോലെ തന്നെ കർത്താവിൻ്റെ വരവിൽ നമ്മുടെ എല്ലാ കഷ്ടപ്പാടുകളും മാറും, എല്ലാ ദുഃഖവും മാറും, വിരഹവേദനകൾ മാറും, അതുപോലെ മരണം മാറും, എല്ലാ യുദ്ധവും ഭീഷണികളും എല്ലാം മാറി ഒരു സ്വസ്ഥതയിലേക്ക് നാം പ്രവേശിക്കും.
അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ വിശ്വാസവുമായി അത് ബന്ധപ്പെട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് മരിച്ചവർ ഉറങ്ങുന്നുവെന്ന് നമുക്കറിയാം. എന്തുകൊണ്ടാണ് ഈ പഠിപ്പിക്കലിന് ഇത്ര പ്രാധാന്യം ലഭിക്കുന്നത്? കാരണം മരിച്ചവർ ഉറങ്ങുന്നു എന്നുള്ളത് അതൊരു ഉറക്കമാണെന്നുള്ളത് നമുക്ക് നേരത്തെ അറിയാം. ഇത് നമുക്ക് ഇനി 10ാമത്തെ പാഠത്തിൽ അത് വിശദമായി പഠിക്കാനുണ്ട്. അപ്പോൾ ഈ മരിച്ചവർ ഉറങ്ങുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് അത്രയ്ക്കും സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത്. അല്ല, അവർ ഉറങ്ങുന്നില്ല, അവർ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുമ്പോൾ പിന്നെ യേശുവിൻ്റെ 2ാം വരവിന് പ്രാധാന്യമില്ല. അപ്പോൾ ചിലർ പഠിപ്പിക്കുന്നത് മരിച്ചാലുടനെ അവർ വിശുദ്ധരാണെങ്കിൽ സ്വർഗത്തിൽ പോകും അല്ലെങ്കിൽ നരകത്തിൽ പോകുമെന്നാണ്. പക്ഷേ പിന്നെ എന്തിനാണ് യേശു 2ാമത് വരുന്നത്? മരിച്ചവരങ്ങ് പോയി കഴിഞ്ഞാൽ പിന്നെ യേശുവിന് വീണ്ടും വന്ന് വിശുദ്ധന്മാരെ കൂട്ടിക്കൊണ്ടു പോകാനും വിശുദ്ധന്മാരെ ഉയർപ്പിക്കാനുമുള്ള ആവശ്യം വരുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ മരിച്ചവർ ഉറങ്ങുകയാണ് എന്ന് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് നമുക്ക് പിന്നെ വിശദമായി 10ാം പാഠത്തിൽ പഠിക്കാം. അതില്ലായിരുന്നെങ്കിൽ പൗലോസ് പറഞ്ഞതുപോലെ തീർത്തും നിരാശാജനകമായിരിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ പഠിപ്പിക്കലിന് ഇത്ര പ്രാധാന്യം ലഭിക്കുന്നത്? കാരണം ഈ ഒരു പ്രത്യാശ തരുന്നത് കൊണ്ട് തന്നെയാണ്. കാരണം ഇവിടെ നമുക്ക് 2 കാര്യങ്ങൾ നാം കണ്ടു. ശിഷ്യന്മാരെ വിട്ട് യേശു സ്വർഗാരോഹണം ചെയ്തപ്പോൾ അവരെല്ലാം നിരാശയിലായിരുന്നു. കാരണം അവരുടെ പ്രതീക്ഷ ഈ റോമൻ സാമ്രാജ്യത്തിനെ തകർത്ത് രാജാവായി വരുമെന്നുള്ളതായിരുന്നു അവരുടെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയെല്ലാം കെടുത്തിക്കൊണ്ടാണ് യേശു മരിക്കുന്നതും പിന്നെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലേക്ക് പോകുന്നു. അപ്പോഴാണ് യേശു പറഞ്ഞത്, നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, ഞാൻ പോയതുപോലെ തന്നെ ഞാൻ വീണ്ടും വരും എന്നുള്ളൊരു പ്രത്യാശ അവർക്ക് കൊടുക്കും. അത് അത്രയ്ക്കും സമാധാനം അവർക്ക് നൽകി. അതുപോലെ തന്നെ തെസ്സലോനിക്കരോട് സംസാരിക്കുമ്പോൾ പൗലോസ് പറയുന്നതും അത് തന്നെയാണ്. അവിടെയും അവർക്ക് സമാധാനം അവർക്ക് ലഭിക്കുകയുണ്ടായി. നമുക്കിനി തിങ്കളാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. തിങ്കളാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് സമയം പ്രതീക്ഷിക്കുന്നു. നമുക്കറിയാം, ശിഷ്യന്മാർ അവർ ചിന്തിച്ചിരുന്നത് യേശു റോമൻ സാമ്രാജ്യം തകർത്ത് അവിടെ ഒരു സേനാപതിയായി മടങ്ങി വരും എന്നുള്ളതായിരുന്നു. എന്നാൽ അത് കാലം കഴിയും തോറും മനസ്സിലാകുന്നു യേശുവിൻ്റെ 2ാം വരവ് അത് അവരുടെ ജീവകാലത്ത് സംഭവിച്ചില്ല, അവരുടെ ജീവകാലത്ത് വരുന്നില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ ഉള്ളിൽ കടന്നു വരികയും അങ്ങനെ അവരുടെ ശേഷമുള്ള ശിഷ്യന്മാർ അതിനനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്തു. എന്നാൽ ഇവിടെ പ്രൊട്ടസ്റ്റൻ്റുകാരും നോക്കുമ്പോൾ പ്രൊട്ടസ്റ്റൻ്റുകാർ ആദ്യം യേശുവിൻ്റെ 2ാം വരവിനെ കുറിച്ച് അക്ഷരീയവും ദൃശ്യവും കേൾക്കാവുന്നതും മഹത്വമായ രീതിയിലാണ് തിരിച്ചു വരവ് ഉണ്ടാകുന്നതെന്ന് തന്നെ പ്രതീക്ഷിച്ചു. എന്നാൽ 19ാം നൂറ്റാണ്ടിലേക്ക് എത്തുമ്പോൾ അവിടെ ഈ പരിഷ്കർത്താക്കൾ, ഈ പ്രൊട്ടസ്റ്റൻ്റുകാർ തന്നെ പറയുന്നു, അവരുടെ പ്രസംഗകർ പറയുന്നു, ഈ ഭൂമിയിൽ തന്നെയാണ് യേശു 1000 ആണ്ട് വാഴുന്നത്, അല്ലാതെ യേശുവിൻ്റെ 2ാം വരവൊന്നുമില്ല. യേശു 2ാമതായി വരാതെ തന്നെ ഇവിടെ തന്നെയാണ് രാജ്യം സ്ഥാപിക്കുന്നത്, 1000 ആണ്ട് വാഴ്ച സ്വർഗത്തിലില്ല എന്നുള്ള രീതിയിൽ ആദ്യത്തെ ആ പഠിപ്പിക്കലുകളിൽ നിന്ന് വ്യത്യസ്തമായ പഠിപ്പിക്കലുകൾ സാവധാനം ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകളുടെ ഇടയിലും വന്നു തുടങ്ങി. അങ്ങനെ ഈ പ്രൊട്ടസ്റ്റൻ്റ് സഭകളിൽ അങ്ങനെ വരുന്ന ആ ഒരു സാഹചര്യത്തിൽ അവിടെ എല്ലാവർക്കും തന്നെ ഏതിൽ വിശ്വസിക്കണമെന്നുള്ളൊരു കൺഫ്യൂഷൻ അവിടെ ഉടലെടുക്കുന്നു. ഇവിടെ യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പ്രത്യാശ നൽകുന്ന അനേകം വാക്യങ്ങൾ നമുക്കിവിടെ കാണുവാൻ സാധിക്കും. അപ്പോസ്തല പ്രവർത്തികൾ 1:9 മുതൽ 11 വരെ, അതുപോലെ തന്നെ വെളിപ്പാട് 1:7, മത്തായി 24:27, 30, 31 വാക്യങ്ങൾ. അപ്പോസ്തല പ്രവർത്തി 1:9 മുതൽ 11 വരെ പറഞ്ഞിരിക്കുന്നത് അവൻ പോയ പോലെ തന്നെ അവൻ വീണ്ടും വരുമെന്നാണ്. അതുപോലെ തന്നെ വെളിപ്പാട് 1:7 പറഞ്ഞിരിക്കുന്നു, ഏത് കണ്ണും അവനെ കാണും, കുത്തിത്തുളച്ചവനും അവനെ കാണും എന്ന് പറഞ്ഞിരിക്കുന്നു. അതുപോലെ മത്തായി എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 27, 30, 31 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് അവൻ എല്ലാവരെയും കൂട്ടിച്ചേർക്കും, വൃദ്ധന്മാരെയും ചേർക്കുവാനാണ് അവൻ ഈ 2ാമത് വരുന്നത്. അപ്പോൾ ആ വരുന്ന സമയത്ത്
നാം അതിനെ വിശദീകരിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ ഏത് കണ്ണും അവനെ കാണും എന്ന് പറയുന്നത്. നമുക്ക് ആ യേശുവിൻ്റെ ജനന സമയത്ത് നാം നോക്കുകയാണെങ്കിൽ എല്ലാവരും യേശുവിനെ കണ്ടില്ല. കാരണം ചിലർക്കൊക്കെ അതിൻ്റെ വിവരം ലഭിച്ചു, കിഴക്ക് എന്നുള്ള രാജാക്കന്മാർക്ക് വിവരം ലഭിച്ചു, അതുപോലെ തന്നെ ആട്ടിടയന്മാർക്ക് കിട്ടി, അതുപോലെ ഹെരോദ രാജാവ് അറിഞ്ഞു, പിന്നെ ചിലരൊക്കെ വന്ന് കണ്ടു, രാജാക്കന്മാരും ആട്ടിടയന്മാരും എല്ലാം വന്ന് കണ്ടു. അങ്ങനെ എല്ലാവർക്കും കാണുവാൻ സാധിച്ചില്ല. എന്നാൽ യേശുവിൻ്റെ രണ്ടാം വരവിൽ എല്ലാവർക്കും യേശുവിനെ കാണുവാൻ സാധിക്കും. യേശുവിനെ കാണുക എന്ന് പറഞ്ഞാൽ ഏത് സാഹചര്യത്തിലെന്ന് പറഞ്ഞാൽ ഈ രണ്ടാം വരവിൽ തന്നെ 2 ഘട്ടങ്ങളുണ്ട്. യേശുവിൻ്റെ വരവിൻ്റെ രണ്ടാം വരവിന് ആദ്യത്തെ ഘട്ടം എന്ന് പറയുന്നത് യേശു കാഹളത്തോടുകൂടി വരുമ്പോൾ അവിടെ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കും. പിന്നെ ജീവനോടെ ഇരിക്കുന്നവർ രൂപാന്തരം പ്രാപിക്കും. അങ്ങനെ അവരെ കൂട്ടിക്കൊണ്ടുപോയി 1000 ആണ്ട് യേശു അവിടെ വാഴും. അപ്പോൾ ഈ 1000 ആണ്ട് യേശു സ്വർഗത്തിൽ വാഴുന്ന സമയത്ത് ഭൂമിയിൽ ആരുമില്ല. മരിച്ചവർ നേരത്തെ തന്നെ മരിച്ചു, അവർ കല്ലറയിൽ അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജീവിച്ചിരിക്കുന്നവരില്ല. ജീവിച്ചിരിക്കുന്ന ദുഷ്ടന്മാർ അപ്പോൾ തന്നെ യേശുവിൻ്റെ രണ്ടാം വരവിൻ്റെ ആദ്യത്തെ ഘട്ടത്തിൽ മരിച്ചു വീഴുകയാണ്. ബാക്കി വിശുദ്ധന്മാരെയാണ് യേശു കൊണ്ടപ്പോൾ ഭൂമിയിൽ ആരുമില്ല, സാത്താൻ മാത്രമേ ഉള്ളൂ. അതിനാണ് സാത്താനെ ചങ്ങലക്കിടുന്നത്, 1000 ആണ്ട് ചങ്ങലക്കിടും എന്ന് പറയുന്നത്. കാരണം പ്രവർത്തിക്കാൻ ആരുമില്ല സാത്താൻ. പിന്നെ 1000 ആണ്ട് വാഴ്ച കഴിഞ്ഞ് യേശു സകല ദൂതന്മാരുമായിട്ട് യേശു വീണ്ടും മടങ്ങി വരുമ്പോഴാണ് ഭൂമിയെ പൂർണ്ണമായി എല്ലാവരും നശിപ്പിക്കുകയും യുദ്ധം ചെയ്ത് എല്ലാവരും നശിപ്പിച്ചിട്ട് ഭൂമിയെ ശുദ്ധീകരിച്ചതിന് ശേഷം ഈ യെരുശലേം, ഒരു പുതിയ യെരുശലേം പണിയുകയും അങ്ങനെ അവിടെ നിത്യം വാഴുകയും ചെയ്യും. അതാണ് യേശു പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഏത് കണ്ണും അവനെ കാണുമെന്ന് യോഹന്നാന്റെ സുവിശേഷത്തിൽ നമുക്ക് വായിക്കുവാൻ സാധിക്കുന്നത്. രണ്ടാം വരവിനെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ടാം വരവിൽ നമുക്ക് പ്രത്യാശയുണ്ട്. നമുക്ക് യേശുവിനോടുകൂടി നിത്യം വാഴാം എന്നുള്ളതാണ് ആ പ്രത്യാശ. അപ്പോൾ ബൈബിളിൽ നാം നോക്കുകയാണെങ്കിൽ വെളിപ്പെട്ടിരിക്കുന്ന ഏറ്റവും ഗൗരവമേറിയതും എന്നാൽ മഹത്തരമായ ഒരു സത്യമാണ് വീണ്ടെടുപ്പിൻ്റെ മഹത്തായ പ്രവൃത്തി എന്ന് പറയുന്നത്. നമ്മെ വീണ്ടെടുത്ത് നമ്മെ വീണ്ടും ആ സ്വർഗത്തിലെത്തിക്കുകയും അവിടെ 1000 ആണ്ട് വാഴുകയും പിന്നെ വീണ്ടും മടങ്ങി ഭൂമിയെ ശുദ്ധീകരിച്ചതിന് ശേഷം ഭൂമിയിലേക്ക് നമ്മുടെ താമസം മാറ്റുകയും ചെയ്യും. നമുക്ക് ഇവിടെ ഒരു വാക്യം വായിക്കാം, 2 വാക്യങ്ങൾ വായിക്കാം. ഇത് ക്രിസ്തുവിൻ്റെ വരവിൻ്റെ രീതിയെക്കുറിച്ച് പറയുന്നു. അതിലാദ്യത്തേത് 1 തെസ്സലോനിക്കർ 5-ാം അധ്യായം അതിൻ്റെ 2 മുതൽ 5 വരെയുള്ള വാക്യം. കള്ളൻ രാത്രിയിൽ വരും പോലെ കർത്താവിൻ്റെ നാൾ വരുന്നു എന്ന് നിങ്ങൾ തന്നെ നന്നായി അറിയുന്നുവല്ലോ. അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ ഗർഭിണിക്ക് പ്രസവവേദന വരും പോലെ അവർക്ക് പെട്ടെന്ന് നാശം വന്നു ഭവിക്കും. അവർക്ക് തെറ്റി ഒഴിയാവുന്നതുമല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവ മക്കളും പകലിൻ്റെ മക്കളുമാകുന്നു. നാം രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് നാം ഇവിടെ നോക്കുമ്പോൾ മനസ്സിലാകുന്നത് കള്ളനെ പോലെ വരുന്നു. കാരണം നനച്ചിരിക്കാത്ത നാഴികയിലാണ് യേശു വരുന്നത്. അതുപോലെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന വരുന്നത് എപ്പോഴാണെന്ന് നമ്മൾ അറിയുന്നില്ല. അതുപോലെയാണ് ഇവിടെ യേശുവിൻ്റെ വരവും എന്നിവിടെ താരതമ്യം ചെയ്ത് പറഞ്ഞിരിക്കുന്നു. നമുക്കൊരു വാക്യം കൂടെ വായിക്കാം. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ രണ്ടാമത് പ്രത്യക്ഷനാകും. യേശു രണ്ടാമത് പ്രത്യക്ഷനാകും. രണ്ടാമത് എന്നുള്ള ആ വാക്കുള്ള ഒരേ ഒരു വാക്യമാണിത്. എബ്രായർക്ക് എഴുതിയ ലേഖനം 9-ാം അധ്യായം അതിൻ്റെ 28-ാം വാക്യം. അങ്ങനെ രണ്ടാമത് പ്രത്യക്ഷമാകും എന്നിവിടെ പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഈ
വാക്യങ്ങളെല്ലാം നമുക്ക് ആ രണ്ടാം വരവിന് വേണ്ടി ഒരുങ്ങാനുള്ള പ്രോത്സാഹനം തരികയാണ്. നമുക്ക് ആ വരവിന് വേണ്ടി ഒരുങ്ങാം. നമുക്ക് ചൊവ്വാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ചൊവ്വാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് വില്യം മില്ലറും വേദപുസ്തകവും. നമുക്ക് മനസ്സിലായിട്ടുണ്ട് പരിഷ്കർത്താക്കൾ വഴി വിശ്വാസത്താലുള്ള നീതീകരണത്തെക്കുറിച്ച്. അതായത് നാം വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് നീതീകരണം ലഭിക്കും, അല്ല അതിന് പണമല്ല ആധാരം എന്ന് നമുക്ക് പരിഷ്കർത്താക്കളോട് മനസ്സിലായി. അതുപോലെ തന്നെ നാം നോക്കുമ്പോൾ ഇതുപോലെ വേദപുസ്തകം പഠിച്ച മറ്റൊരു പരിഷ്കർത്താവാണ് വില്യം മില്ലർ. ഈ വില്യം മില്ലറും വളരെയധികം ആഴമായി വചനം പഠിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഈ വചനത്തിൻ്റെ ഉൽപ്പത്തി മുതൽ വായിക്കുവാൻ തുടങ്ങി. അദ്ദേഹം ഒരു വേദപുസ്തകവും പേനയും ഒരു നോട്ട് ബുക്കും എടുത്തു വെച്ച് വചനങ്ങളെ താരതമ്യം ചെയ്ത് പഠിക്കുവാൻ തുടങ്ങിയപ്പോൾ അദ്ദേഹത്തിന് പല പല സത്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. യെശയ്യാ പ്രവചനം 28:9-10 നാം വായിക്കുമ്പോൾ അതിനകത്ത് പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് ബൈബിളിൽ കാണുവാൻ സാധിക്കും. അതായത് ഈ യെശയ്യാ പ്രവചനത്തിൽ പറഞ്ഞിരിക്കുന്ന അവർ ഈ വചനത്താൽ അത് മത്തരായി, അതായത് ശരിക്കുള്ള കാര്യം അവർ ഗ്രഹിക്കുവാൻ സാധിക്കാതെ, ശരിക്കുള്ള വ്യാഖ്യാനം മനസ്സിലാക്കുവാൻ സാധിക്കാത്ത ഒരു മത്തരായ അവസ്ഥയിലാണ് അവിടെ ജനങ്ങളെന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ സദൃശവാക്യങ്ങൾ 8-ാം അധ്യായം 8-9 വാക്യം നാം നോക്കുമ്പോൾ അവിടെ ഈ വചനങ്ങൾ ബുദ്ധിമാന് തെളിവ് നൽകുന്നതാണെന്നും പരിജ്ഞാനം ഉള്ളവർക്ക് നേരിലേക്ക് അതിനെ നയിക്കുന്നതുമാണ് നമ്മുടെ തിരുവചനം എന്ന് മനസ്സിലാക്കുവാൻ സാധിക്കും. അതുപോലെ യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 13-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ ഈ തിരുവചനം സകല സത്യത്തിലേക്ക് നമ്മെ വഴി നടത്തുമെന്ന് മനസ്സിലാക്കാം. അതുപോലെ തന്നെ പത്രോസ് 1:19-21 വരെ നാം വായിക്കുമ്പോഴും തിരുവചനം എങ്ങനെ നമുക്ക് നന്നായി വ്യാഖ്യാനിക്കാം എന്നുള്ളതൊക്കെ മനസ്സിലാകും. അപ്പോൾ ഇതെല്ലാ വാക്യങ്ങളും ക്രോഡീകരിച്ചുകൊണ്ട് അതെല്ലാം മനസ്സിൽ ഗ്രഹിച്ചുകൊണ്ട് തന്നെയാണ് വില്യം മില്ലർ ഈ വാക്യങ്ങളെല്ലാം പഠിച്ചത്. അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേദപുസ്തകത്തിലെ ചില രഹസ്യങ്ങളെ വില്യം മില്ലറിന് ദൈവം തുറന്നു കൊടുക്കുകയുണ്ടായി. അങ്ങനെ അദ്ദേഹം ആ വചനങ്ങൾ കൂടുതൽ ആഴമായി പഠിക്കുകയും അങ്ങനെ അതിലേക്ക് ആൾക്കാരെ ആകർഷിക്കുകയും ചെയ്തു. അനേകരെ തൻ്റെ പ്രസംഗത്തിലൂടെയും പഠിപ്പിക്കലുകളിലൂടെയും ആ മില്ലറൈറ്റ് മൂവ്മെൻറ്റിലേക്ക് അദ്ദേഹം ചേർത്തുകൊണ്ടിരുന്നു. ഇവിടെ കുറേ വാക്യങ്ങൾ കൊടുത്തിരിക്കുന്നു. ദാനിയേൽ 1:17 നാം നോക്കുമ്പോൾ അവിടെ ദാനിയേലിനെ ഒരു സ്വപ്നങ്ങളിൽ വിവേകി ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ 2-ാം അധ്യായം 45-ാം വാക്യത്തിൽ സംഭവിക്കാനുള്ളത് രാജാവിനെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെ തന്നെ 1 പത്രോസ് 1:10-11 വാക്യങ്ങളിൽ കഷ്ടങ്ങളിൽ കൂടി സാക്ഷീകരിച്ചു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ വെളിപ്പാട് 1:1-3 വരെ നാം നോക്കുമ്പോൾ സംഭവിക്കാനുള്ളത് അവിടെ പ്രദർശിപ്പിച്ച് ഒരു TV എന്ന പോലെ യോഹന്നാന് പ്രദർശിപ്പിച്ച് കാണിക്കുകയാണ്. അപ്പോൾ ഒരിക്കലും ദൈവം നിഗൂഢതയിലൊന്നും ചെയ്യുന്നില്ല, നിഗൂഢമായ ഒരു കാര്യവും ദൈവം ചെയ്യുന്നില്ല. എന്തൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും അത് മുന്നേ കൂട്ടി പ്രവാചകന്മാരിൽ കൂടി ദൈവം അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ യാതൊരു സംശയവുമില്ല. എപ്പോഴും അത് നാം സജ്ജരായിരിക്കുവാൻ വേണ്ടി പ്രവാചകന്മാരിലൂടെ അറിയിച്ച് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ പലതരത്തിലുള്ള പ്രതീകങ്ങൾ നമുക്ക് തന്നിരിക്കുന്നു. ഈ പ്രതീകങ്ങൾ നമുക്ക് നോക്കുമ്പോൾ മൃഗങ്ങൾ നാം പ്രതിനിധീകരിക്കുന്നത് രാജാക്കന്മാരെയോ രാജ്യങ്ങളെയോ ആണ്. അതുപോലെ തന്നെ കാറ്റ് നാശത്തെ പ്രതിനിധീകരിക്കുന്നു, വെള്ളം ജനങ്ങളെ പ്രതിനിധീകരിക്കുന്നു, സ്ത്രീ എന്നത് സഭ, ഒരു പ്രവാചക ദിനം എന്ന് പറയുന്നത് ഒരു വർഷത്തെയാണ് പ്രതിനിധീകരിക്കുന്നത്. അങ്ങനെ ഓരോരോന്നും പ്രതിനിധീകരിച്ചുകൊണ്ടേയിരിക്കുന്നു. ഓരോ പ്രതീകങ്ങളിലൂടെയാണ് ദൈവം നമുക്ക് ഓരോ പ്രവചനങ്ങളെ തന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിച്ചിരിക്കുന്നു: പ്രവാചക പ്രതീകാത്മകതയെക്കുറിച്ചുള്ള ശരിയായ ധാരണ
നമ്മുടെ വിശ്വാസത്തിന് വളരെ പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ട്? അപ്പോൾ ഈ പ്രവചന പ്രതീകമായിട്ടുള്ളതിന് ധാരണ നമുക്ക് ആവശ്യമാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോൾ ഇവിടെ തന്നെ കുറേ പ്രതീകങ്ങൾ കൊടുത്തിരുന്നു. ആ പ്രതീകങ്ങൾ എന്തിനെ പ്രതിനിധീകരിക്കുന്നു എന്ന് അറിയാതിരുന്നു കഴിഞ്ഞാൽ ഈ പ്രവചനം ഒന്നും നമുക്ക് പഠിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് അത് വളരെ പ്രധാനമാണ്. അതുകൊണ്ട് തന്നെ ഈ പാഠങ്ങൾ പ്രതീകങ്ങളോടുകൂടി അതിൻ്റെ വ്യാഖ്യാനങ്ങളോടുകൂടി വളരെ വ്യക്തമായി പഠിക്കുക. ദൈവം നമ്മൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നമുക്ക് ബുധനാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. ബുധനാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ദാനിയേൽ 8:14 2300 ദിനങ്ങൾ. വില്യം മില്ലർ കൂടുതലായി ആഴത്തിൽ വചനം പഠിച്ചപ്പോൾ മനസ്സിലായ അനേകം പ്രവചനങ്ങൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്. അതായത് ഈ ഇസ്രായേൽ മക്കൾ 400 വർഷം അവിടെ അടിമകളായിരുന്നു, അവർ മരുഭൂമിയിലായിരുന്നു. അതുപോലെ തന്നെ 40 വർഷം അവർ അലഞ്ഞു തിരിഞ്ഞു മരുഭൂമിയിൽ. അതുപോലെ ദാനിയേൽ പ്രവചനത്തിൽ ഇസ്രായേൽക്കാർക്ക് അനുവദിച്ച 70 ആഴ്ചവട്ടം, ഇതിനെക്കുറിച്ചെല്ലാം ഈ വില്യം മില്ലർ പഠിക്കുകയുണ്ട്. അപ്പോഴാണ് യേശുവിൻ്റെ വരവിൻ്റെ ആഗമനത്തിനുള്ള സമയമായിരിക്കുന്നു എന്നുള്ള വേദഭാഗങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലേക്ക് കടന്നു വന്നു. നമുക്ക് 2 വാക്യം വായിക്കാം. മർക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായം അതിൻ്റെ 15-ാം വാക്യം. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് പറഞ്ഞു. അതുപോലെ ഒരു വാക്യം കൂടെ വായിക്കാം. ഗലാത്യർ 4:4. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണത്തിന് കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചത് അവൻ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരെ വിലയ്ക്ക് വാങ്ങിയിട്ട് നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ. ഇവിടെ കാലസമ്പൂർണത വന്നപ്പോൾ എന്ന അർത്ഥത്തിലാണ് ഈ വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഒരു കാലം തികയുമ്പോൾ യേശു വരും എന്നുള്ളൊരു പ്രതീക്ഷ വില്യം മില്ലറിനുണ്ടായി. അങ്ങനെ ഈ വേദപുസ്തകം ഉള്ളനീളം നാം പരിശോധിക്കുകയാണെങ്കിൽ ദൈവത്തിന് ഒരു ദൈവിക സമയക്രമം ഉണ്ടെന്ന് വില്യം മില്ലറിന് മനസ്സിലായി. അപ്പോൾ അതുപോലെ തന്നെ ഓരോന്നും ഈ പഴയ നിയമത്തിൽ ഓരോന്നും സംഭവിച്ചത് ദൈവിക സമയപ്രകാരമാണ്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ 2-ാം വരവും ഈ ദൈവിക സമയപ്രകാരം സംഭവിക്കും എന്ന് അദ്ദേഹം വിശ്വസിച്ചു. അങ്ങനെ ദാനിയേൽ 8:14 വായിച്ചപ്പോൾ അവിടെ 2300 സന്ധ്യയും ഉഷസ്സിനെ കുറിച്ച് പറയുന്ന വാക്യം വായിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ വിശുദ്ധ മന്ദിരത്തിൻ്റെ ശുദ്ധീകരണത്തിനെ കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്സിലായി. അങ്ങനെ ഒരു അഗ്നിയുടെ ശുദ്ധീകരണമാണ്, ഭൂമി ഒരു അഗ്നിക്കിരയാകും എന്നൊക്കെ വില്യം മില്ലർ പല വാക്യങ്ങളുടെ അടിസ്ഥാനത്തിൽ വ്യാഖ്യാനിച്ചു. അദ്ദേഹം ദാനിയേൽ 8-ാം അധ്യായവും 9-ാം അധ്യായവും താരതമ്യം ചെയ്ത് പഠിച്ചു. അങ്ങനെ ആ താരതമ്യ പഠനത്തിൽ അനേകം കാര്യങ്ങൾ അദ്ദേഹത്തിന് മനസ്സിലായി. അതായത് ഈ ഇസ്രായേൽ മക്കൾക്ക് 70 ആഴ്ചവട്ടം നിയമിച്ചിരിക്കുന്നു. 70 ആഴ്ചവട്ടം എന്ന് പറയുമ്പോൾ 490 വർഷം അവർക്ക് അത് നിയമിച്ചിരിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ 2300 വർഷവും ഈ 490 വർഷങ്ങൾ, അങ്ങനെ 2300 സന്ധ്യ ഉഷസ് എന്ന് പറയുമ്പോൾ 2300 വർഷം, അതിൽ തന്നെ 490 വർഷം ഈ യഹൂദന്മാർക്ക് വേണ്ടി നിയമിച്ചിരിക്കുന്ന വർഷമായിട്ടാണ് കണക്കാക്കിയത്. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ആരംഭം യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുവിച്ചത് മുതലാണെന്ന് മനസ്സിലാക്കി. അതായത് ദാനിയേൽ 9:25 വായിക്കുമ്പോൾ നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നത് ഈ യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുന്ന ആ ദിവസം മുതലാണ് ഈ ദിവസം ആരംഭിക്കുന്നത്. 2300 സന്ധ്യവംശം, അതായത് 2300 വർഷത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് കൽപ്പന പുറപ്പെടുവിച്ച ദിവസമാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതായത് അർത്ഥശ്രേഷ്ഠ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അതായത് 457 BC ആണെന്നുള്ളത് ഈ മില്ലറൈറ്റ് മൂവ്മെൻറ്റിലെ തലവനായ ഈ വില്യം മില്ലർ എത്തിച്ചേർന്നു. ഇവിടെ ദാനിയേൽ പ്രവചനം
8-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം നോക്കുമ്പോൾ, അതിന് അവനോട് 2300 സന്ധ്യയും ഉഷസ്സും തികയോളം തന്നെ പിന്നെ വിശുദ്ധ മന്ദിരം യഥാസ്ഥാനപ്പെടും. ഇവിടെ ദാനിയേലിന് ഈ പ്രവചനം ലഭിക്കുമ്പോൾ ദാനിയേൽ വളരെയധികം വിഷമിച്ചു. കാരണം അത്രയും നാൾ ദാനിയേൽ വിചാരിച്ചിരുന്നത് 70 ആഴ്ചവട്ടത്തിൻ്റെ കഷ്ടത മാത്രമേ ഉള്ളൂ എന്നായിരുന്നു. എന്നാൽ ഇവിടെ 2300 സന്ധ്യയും ഉഷസ്സും എന്ന് പറഞ്ഞപ്പോൾ ആകെ വിഷമിക്കുകയും ദാനിയേൽ അവിടെ ബോധരഹിതനായി വീഴുകയും ചെയ്തു. അപ്പോൾ ഉടനെ ദാനിയേലിന് പിന്നെ ശുശ്രൂഷകൾ ലഭിക്കുന്നു. ദാനിയേൽ വീണ്ടും രാജകൊട്ടാരത്തിൽ വരുന്നു. അപ്പോൾ അതിനു മുമ്പ് തന്നെ ഇത് ബഹുകാലത്തേക്കുള്ള ദർശനമാണെന്ന് ഈ ദൂതൻ പറയുന്നുമുണ്ട്. അത് കഴിയുമ്പോൾ ദാനിയേൽ വീണ്ടും പ്രാർത്ഥിക്കുന്നു. ദാനിയേലിൻ്റെ പ്രാർത്ഥന കഴിയുമ്പോൾ ഈ ദൂതൻ വീണ്ടും പ്രത്യക്ഷമാകുന്നു. വീണ്ടും അതായത് പ്രാർത്ഥന തുടങ്ങുമ്പോഴേ ദൂതൻ അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാണ് പറയുന്നത്. ദൂതൻ ദാനിയേലിൻ്റെ അടുക്കൽ മടങ്ങി വന്നു പറഞ്ഞു, ദാനിയേലേ, നിനക്ക് ബുദ്ധി ഉപദേശിച്ച് തരേണ്ടതിന് ഞാനിപ്പോൾ വന്നിരിക്കുന്നു. ബുദ്ധി ഉപദേശിച്ച് ദാനിയേലിന് കൊടുത്തു. അങ്ങനെ ദാനിയേലിന് കൂടുതൽ വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാകുന്നു. ഇവിടെ ഈ വില്യം മില്ലർ ഈ 8-ാം അധ്യായവും 9-ാം അധ്യായവും താരതമ്യം ചെയ്ത് പഠിക്കുന്നു. യേശുവിൻ്റെ മരണത്തോടെ പിന്നെ ഹനനയാകവും ഭോജനയാകവും ഒന്നും തന്നെ ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഇന്ന് ഈ ബുധനാഴ്ചത്തെ പാഠത്തിൽ നമുക്ക് ഈ കൽപ്പന പുറപ്പെടുത്തുന്നത് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. തുടർന്ന് നമ്മൾ നാളത്തെ പാഠത്തിൽ നമുക്ക് പഠിക്കാം. 457 BC ഈ കൽപ്പന ചരിത്രം നോക്കുമ്പോൾ അത് പുറപ്പെടുവിച്ചത്. അത് വെച്ച് നാം നോക്കുമ്പോൾ നമുക്ക് കൃത്യമായി ഈ 2300 സന്ധ്യയും ഉഷസ്സിൻ്റെ കണക്കുകൾ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. തുടർന്ന് നമുക്ക് നാളത്തെ പാഠത്തിലേക്ക് പോകാം. അതായത് വ്യാഴാഴ്ചത്തെ പാഠത്തിലേക്ക് നമുക്ക് പോകാം. വ്യാഴാഴ്ചത്തെ പാഠത്തിൻ്റെ തലക്കെട്ട് ഏറ്റവും ദൈർഘ്യമേറിയ പ്രവാചക കാലഘട്ടം. ഇവിടെ നാം നേരത്തെ കണ്ടതുപോലെ തന്നെ BC 457 പേർഷ്യൻ രാജാവായ അർത്ഥഷഷ്ട രാജാവ് പുറപ്പെടുവിച്ച കൽപ്പനയാണ് ഇതിൻ്റെ ഈ 2300 സന്ധ്യയും ഉഷസ്സിൻ്റെ തുടക്കമായി മനസ്സിലാക്കുന്നത്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കണക്കാക്കി നാം തുടങ്ങുമ്പോൾ നമുക്ക് AD 27 സാധിക്കും. അപ്പോഴാണ് പ്രഭു അഭിഷിക്തനാകുന്നത്, അതായത് യേശു ക്രിസ്തുവിൻ്റെ സ്നാനം. അത് കഴിഞ്ഞ് AD 31 യേശുവിനെ ക്രൂശീകരിക്കുന്നു. അത് കഴിഞ്ഞ് AD 34 നാം നോക്കുമ്പോൾ സുവിശേഷം യഹൂദന്മാർ ഏറ്റെടുത്തില്ല. അങ്ങനെ അത് ജാതികളിലേക്ക് പോകുന്നു. അപ്പോൾ ഈ അതായത് BC 457 മുതൽ AD 34 വരെ നാം നോക്കുമ്പോൾ അത് ആണ് 70 ആഴ്ചവട്ടം. അതാണ് യഹൂദന്മാർക്ക് കൊടുത്ത അത്രയും സമയമായിരുന്നു യഹൂദന്മാർക്ക് കൊടുത്തത്. അതായത് 490 വർഷം യഹൂദന്മാർക്ക് കൊടുത്തു. അപ്പോൾ പിന്നെ യഹൂദന്മാർക്ക് നിന്ന് മാറി അത് ജാതികളിലേക്ക് പോകുന്നു. അത് കഴിയുമ്പോഴാണ് AD 508 പോപ്പ് സ്ഥാനമേൽക്കുന്നു. പോപ്പ് സ്ഥാനമേറ്റിട്ട് അടുത്ത AD 538 നാം നേരത്തെയൊക്കെ കണ്ടതുപോലെ തന്നെ രാഷ്ട്രീയ, സിവിൽ, മതപരമായ എല്ലാ അധികാരങ്ങളും പോപ്പിന് ലഭിക്കുന്നു. അങ്ങനെ AD 538 മുതൽ 1798 വരെ നാം നോക്കുമ്പോൾ അതാണ് അന്ധകാര യുഗം. അങ്ങനെ AD 1798 ജനറൽ ബർത്തിയർ, ഈ നെപ്പോളിയൻ്റെ ജനറൽ വന്ന് ബിഷപ്പ് പിയൂസ് മാർപ്പാപ്പയെ അവിടെ തടങ്കലിലടയ്ക്കുകയും പിയൂസ് 6 തടങ്കലിലടയ്ക്കുകയും അങ്ങനെ ഫ്രാൻസിൽ തടവിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്യുന്നു. അതോടെ അന്ധകാര യുഗം അവസാനിക്കുന്നു. നമുക്ക് എങ്ങനെയാണ് 1844 എത്തിയതെന്ന് നാം പരിശോധിച്ച് നോക്കിയാൽ നാം നോക്കുമ്പോൾ 2300 സന്ധ്യയും ഉഷസ്സും എന്ന് പറയുന്നത് ഈ 2300 സന്ധ്യയും ഉഷസ്സിൽ നിന്ന് 490 വർഷം, അതായത് ഈ 70 ആഴ്ചവട്ടം നാം കുറയ്ക്കുകയാണെങ്കിൽ നമുക്ക് 1810 ലഭിക്കും. അങ്ങനെ 1810 നമുക്ക് ലഭിക്കുമ്പോൾ അത് നമുക്ക് കണക്കാക്കുമ്പോൾ അത് 1844 നമ്മെ നയിക്കും.
ഇവിടെ നിന്ന് നാം കണക്കാക്കുമ്പോൾ ആ വർഷം കണക്കാക്കുമ്പോൾ നമുക്ക് 1843 നാം എത്തിച്ചേരുന്നത്. എന്നാൽ 3 നാം നോക്കുമ്പോൾ ഈ 457 BC തുടങ്ങുമ്പോൾ തന്നെ അതിൻ്റെ വർഷത്തിൻ്റെ പകുതി വെച്ചാണ് ഈ കൽപ്പന പുറപ്പെടുവിക്കുന്നത്. അതിങ്ങനെ കണക്കാക്കി വരുമ്പോൾ നമുക്ക് 1844 നാം എത്തിച്ചേരും. വില്യം മില്ലർ അത് യേശുവിൻ്റെ 2ാം വരവായി അവിടെ തെറ്റിദ്ധരിക്കുകയും അങ്ങനെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പക്ഷേ ആ പ്രവചനം തെറ്റായി പോയി എന്ന് പിന്നെ വില്യം മില്ലറിന് ഇവിടെ മനസ്സിലാകുന്നു. വില്യം മില്ലറും ആദ്യകാല അഡ്വൻറ്റിസ്റ്റുകാരും ദാനിയേൽ 8:14 വിശുദ്ധ മന്ദിരം ഭൂമിയാണെന്ന് വിശ്വസിച്ചു. 1844 വന്ന് ഭൂമിയെ തീ കൊണ്ട് ശുദ്ധീകരിക്കുമെന്ന് അവർ ഊഹിച്ചു. അങ്ങനെ ആണ് അവർ ഈ ഡേറ്റിൽ അവരെത്തിച്ചേരുന്നത്. ഒക്ടോബർ 22-ാം തീയതി 1844 യേശു വരുമെന്നവർ ചിന്തിച്ചു. എന്നാൽ അന്ന് യേശു വന്നില്ല. അവർ വളരെയധികം നിരാശയിലായി. നമുക്ക് വെള്ളിയാഴ്ചത്തെ പാഠത്തിലേക്ക് പോകാം. വെള്ളിയാഴ്ചത്തെ നമ്മൾ 70 ആഴ്ചവട്ടത്തിൻ്റെയും 2300 ദിവസത്തിൻ്റെയും പ്രവചനത്തിനായിട്ട് നമുക്കിവിടെ ഒരു ചാർട്ട് തരേണ്ടതായിരുന്നു. പക്ഷേ അതൊരു പ്രിൻറ്റിങ് മിസ്റ്റേക്കാണ്. അത് ചാർട്ട് വേണമെന്ന് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു, കൊടുത്തിട്ടുമുള്ളതായിരുന്നു. എന്നാൽ അതിവിടെ കൊടുത്തിട്ടില്ല ഫൈനലായിട്ട് പ്രിൻ്റ് വന്നപ്പോൾ. അപ്പോൾ അത് നിങ്ങൾക്ക് നിങ്ങളുടെ സഭകളിൽ തന്നെ പാസ്റ്റർമാരോട് ചോദിച്ചാൽ അവർ അത് പറഞ്ഞു തരുവാൻ സാധിക്കും. അവരും ഇത് വിശദമായി പഠിച്ചിട്ടുള്ളവർ. പക്ഷേ എന്നെക്കാളും നന്നായി നിങ്ങളുടെ പാസ്റ്റർമാർക്ക് അത് നന്നായിട്ട് അറിയാം. അത് വിശദീകരിച്ച് തരികയും ചെയ്യും. ഞാൻ ഇതിലൂടെ പറയുമ്പോൾ അതിന് പരിധിയുണ്ട്. അപ്പോൾ ആ ചാർട്ടിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് യേശു വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. വേറൊരു കാര്യം കൂടി നമുക്കവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതൊരു പ്രവചന നിവൃത്തി കൂടി ആയിരുന്നു. ഈ വില്യം മില്ലറിലൂടെ നിറവേറിയത് ഒരു പ്രവചന നിവൃത്തിയായിരുന്നു എന്ന് നമുക്കവിടെ മനസ്സിലാക്കുവാൻ സാധിക്കും. അത് നമുക്ക് വെളിപ്പാട് പ്രവചനം 10-ാം അധ്യായം അതിൻ്റെ 2-ാം വാക്യവും 8 മുതൽ 11 വരെയുള്ള വാക്യം നാം വായിക്കുമ്പോൾ മനസ്സിലാകും. അതായത് ഈ ഒരു ചെറു പുസ്തകത്തെക്കുറിച്ച് അവിടെ പറഞ്ഞിരിക്കുന്നു. അതായത് അവൻ്റെ കയ്യിൽ 2-ാം വാക്യം, അവൻ്റെ കയ്യിൽ തുറന്നൊരു ചെറു പുസ്തകമുണ്ടായിരുന്നു. അവൻ വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിയിന്മേലും വച്ചു. അപ്പോൾ ഒരു ചെറു പുസ്തകമുണ്ടായിരുന്നു. വലങ്കാൽ സമുദ്രത്തിന്മേലും ഇടങ്കാൽ ഭൂമിയിന്മേലും വച്ചു. അതായത് നാം സമുദ്രം എന്നുദ്ദേശിക്കുന്നത് ജനങ്ങളെയാണ്. നമ്മളോട് നേരത്തെ പ്രതീകാത്മകമായി പറഞ്ഞു, വെള്ളം എന്നുള്ളത് ജനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ തന്നെ ഭൂമി എന്നുദ്ദേശിക്കുന്ന ഒരു നിർജ്ജന പ്രദേശമാണ്. അപ്പോൾ ഈ 2 സ്ഥലത്തും കാൽ വയ്ക്കുകയും അവിടെ കയ്യിലൊരു ചെറു പുസ്തകം, അത് വേറെ ഒന്നുമല്ല, അത് ദാനിയേലിൻ്റെ പ്രവചനം തന്നെയാണ് ആ ചെറു പുസ്തകം. അത് നോക്കുമ്പോൾ 8-ാം വാക്യം നാം നോക്കുമ്പോൾ, ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട ശബ്ദം പിന്നെയും എന്നോട് സംസാരിച്ചു, നീ ചെന്ന് സമുദ്രത്തിന്മേലും ഭൂമിമേലും നിൽക്കുന്ന ദൂതൻ്റെ കയ്യിൽ തുറന്നിരിക്കുന്ന പുസ്തകം വാങ്ങുക എന്ന് കൽപ്പിച്ചു. ഞാൻ ദൂതൻ്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ അത് വാങ്ങി തിന്നുക, അത് നിൻ്റെ വയറ്റിനെ കയ്പിക്കും എന്ന് പറഞ്ഞു. കയ്പിക്കുമെങ്കിലും അത് വായിൽ തേൻ പോലെ മധുരിക്കുമെന്ന് പറഞ്ഞു. ഞാൻ ദൂതൻ്റെ കയ്യിൽ നിന്ന് ചെറു പുസ്തകം വാങ്ങി തിന്നു. അത് എൻ്റെ വായിൽ തേൻ പോലെ മധുരമായിരുന്നു. തിന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ വയറ് കഴിച്ചു പോയി എന്ന് നമ്മൾ പറഞ്ഞിരിക്കുന്നു. ഇവിടെ വില്യം മില്ലറിലൂടെ ഒരു പ്രവചനം ഇവിടെ സാധ്യമായിരിക്കും. ആ മില്ലറൈറ്റ് മൂവ്മെൻറ്റ് അവിടെ ഒരു പ്രവചനത്തിൻ്റെ നിവൃത്തിയായിരുന്നു എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ സാധിക്കും. വളരെ മധുരത്തോടു കൂടിയാണ് വില്യം മില്ലർ ആ പുസ്തകം വായിച്ചത്, അത് പഠിച്ചത്. വായിൽ വളരെയധികം മധുരമായി വില്യം മില്ലറിന് തോന്നി. എന്നാൽ അത് വയറ്റിലെത്തിയപ്പോൾ അത് കഴിച്ചുപോയി. അത് ഒരു തിക്ത അനുഭവത്തിലേക്ക് അത് വന്ന് ഭവിച്ചു. അനേകർ വിശ്വാസം ത്യജിച്ച് പോയി. എന്നാൽ കുറേ പേർ നിലനിന്നു. അത് വചനം വീണ്ടും പഠിക്കുവാൻ ശ്രമിച്ചു, വീണ്ടും പഠിച്ചു.
അങ്ങനെ അവർക്ക് മനസ്സിലായി ഇത് യേശു വിശുദ്ധ മന്ദിരത്തിലേക്ക് അതായത് അതിപരിശുദ്ധ സ്ഥലത്തേക്ക് പ്രവേശിച്ച ഒരു സാഹചര്യമാണ് ഇവിടെ കൊടുത്തിരുന്നത് എന്ന് അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു. അതുകൊണ്ട് തന്നെ അവർ വചനം കൂടുതൽ പഠിക്കുക. അങ്ങനെയാണ് ശരിക്കും സെവൻത് ഡേ അഡ്വെൻറ്റിസ്റ്റ് സഭ സ്ഥാപിക്കുകയും അതിൻ്റെ ഉത്ഭവം അവിടെ നിന്നാണ് തുടങ്ങുന്നത്. ചർച്ചയ്ക്കുള്ള ചോദ്യങ്ങൾ: വില്യം മില്ലറുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് എന്ത് പാഠങ്ങൾ പഠിക്കാൻ കഴിയും? ദൈവം ചിലപ്പോൾ നമ്മുടെ തെറ്റായ ധാരണയെ മറികടക്കുമോ? വില്യം മില്ലറുടെ അനുഭവത്തിൽ നമുക്ക് അനേകം കാര്യങ്ങൾ പഠിക്കുവാൻ സാധിക്കും. ഒന്ന്, നാം നേരത്തെ കണ്ടതുപോലെ തന്നെ അതൊരു പ്രവചന നിവൃത്തിയായിരുന്നു. അതുപോലെ തന്നെ ആഴത്തിൽ പഠിക്കുന്നതിന് കുഴപ്പമില്ല. പക്ഷെ ചിലപ്പോൾ ചില കാര്യങ്ങൾ നമുക്ക് പൂർണ്ണമായി മനസ്സിലാക്കാതെ വരും. അതെപ്പോഴും നമ്മുടെ മനസ്സിലായിരിക്കുക, അതെപ്പോഴും അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുക. അത് ആഴമായി തന്നെ കുറേ കൂടെ നന്നായി നമുക്ക് വചനം പഠിക്കുവാൻ ഇടയാക്കുക. ആ അനുഭവങ്ങൾ നമുക്ക് ഇടയാക്കി തീരും. അതുപോലെ തന്നെ വേദപുസ്തകത്തിൻ്റെ സമഗ്രതയും ക്രിസ്തുവിൻ്റെ വൈദഗ്ധ്യവും സ്ഥാപിക്കുന്നതിൽ ദാനിയേൽ 9:24-27 വരെ ഭാഗങ്ങൾ ഗ്രഹിക്കുന്നത് എത്ര പ്രാധാന്യം അർഹിക്കുന്നത് എന്തുകൊണ്ട്? നാം ഈ ദാനിയേൽ പ്രവചനം നമ്മൾ 25 മുതൽ 27 വരെ നാം വായിക്കുമ്പോൾ ഈ പ്രവചനം എത്രത്തോളം സത്യമായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ ദാനിയേൽ പ്രവചനം എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനും 500 വർഷത്തേക്ക് മുമ്പാണിത് ആ ദർശനം ലഭിക്കുന്നത്. അതും കഴിഞ്ഞ് വീണ്ടും 2300 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും ഈ പ്രാവർത്തിക തലത്തിലേക്ക് വരുന്നത്. അപ്പോൾ അതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, നാം പ്രവചനങ്ങൾ പഠിക്കുകയാണെങ്കിൽ തീർച്ചയായും ഭാവിയിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചതുപോലെ ഒരിക്കലും നിഗൂഢമല്ല ദൈവം. നിഗൂഢതയിലൂടെ നമ്മളെ കടത്തിവിടുന്നില്ല. അതെല്ലാം മുൻകൂട്ടി തൻ്റെ പ്രവാചകന്മാരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. അതുപോലെ രക്ഷാപദ്ധതിയിൽ പ്രവചനം മനസ്സിലാക്കുന്നതിന് എന്ത് പങ്കാണ് വഹിക്കാനുള്ളത്? ദൈവിക പദ്ധതിയിൽ പ്രവചനത്തിന് എത്ര പ്രാധാന്യമാണുള്ളത്? അപ്പോൾ ദൈവിക പദ്ധതികൾ നാം മനസ്സിലാക്കുമ്പോൾ പ്രവചനത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. നാം ഈ പ്രവചനങ്ങളെല്ലാം തന്നെ പഠിക്കുമ്പോൾ അത് വളരെ നമ്മൾ ഈ ചരിത്രവുമായി താരതമ്യം ചെയ്ത് പഠിക്കുമ്പോൾ വളരെ കൃത്യമായിരുന്നു പ്രവചനങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യേശുവിൻ്റെ വരവും അതുപോലെ തന്നെ കൃത്യമായിരിക്കും. അദ്ദേഹത്തിൻ്റെ കൃത്യമായ ദൈവിക സമയത്തിൽ അത് സംഭവിക്കുക തന്നെ ചെയ്യും. അതിന് യാതൊരു സംശയവുമില്ല. നമ്മളുടെ ഇവിടെ പാഠം അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് പഠിച്ചത് 7ാമത്തെ പാഠമാണ്, പ്രത്യാശയിൽ പ്രചോദനം. ഇതിൻ്റെ മനപ്പാഠവാക്യം ഒരിക്കൽ കൂടി വായിക്കാൻ ആഗ്രഹിക്കുന്നു. യെശയ്യാവിൻ പ്രവചനം 25:9. അന്നാളിൽ ഇതാ നമ്മുടെ ദൈവം, അവനെ എത്രേ നാം കാത്തിരിക്കുന്നത്. അവൻ നമ്മെ രക്ഷിക്കും. അവൻ തന്നെ യഹോവ, അവനെ എത്രേ നാം കാത്തിരുന്നത്. അവൻ്റെ രക്ഷയിൽ നമുക്ക് ആനന്ദിക്കാം, സന്തോഷിക്കാമെന്ന് അവർ പറയും. അങ്ങനെ ആ വരവിൻ്റെ പ്രത്യാശ കൊണ്ട് നമ്മെ ദൈവം നിറയ്ക്കുമാറാകട്ടെ. ക്രിസ്തുവിൻ്റെ വരവിനായി നമുക്കൊരുങ്ങാം, മറ്റുള്ളവരെ നമുക്കൊരുക്കാം. ദൈവം നമ്മളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളത് വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, പ്രവചനത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് അടിയങ്ങളെ മനസ്സിലാക്കി തന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് അവിടുന്ന് കൊടുത്ത പ്രവചനം അവിടുന്ന് വർഷങ്ങൾക്ക് ശേഷം സാധ്യമാക്കുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു. അതുപോലെ തന്നെ ഒരിക്കലും ഒരു കാര്യം പറയാതെ ദൈവം ചെയ്യുന്നില്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. കർത്താവേ, ഈ പ്രവചനങ്ങൾ കൂടുതൽ ആഴത്തിൽ ഞങ്ങൾ പഠിക്കുവാനും വ്യക്തമായി പഠിക്കുവാനും കർത്താവെ അതിലൂടെ അനേകരെ നേടുവാനും ദൈവത്തിലേക്ക് ആഴപ്പെടുത്തുവാനും ആരും നഷ്ടപ്പെട്ടു പോകാതെ നിത്യരാജ്യത്തിൽ എല്ലാവരെയും പ്രവേശിപ്പിക്കുവാനും ഇടയാക്കണമെന്ന് യാചിക്കുന്നു. വചനം പഠിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. അവിടുത്തെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കണം. ചോദിച്ചാലുപരി നന്മകളെ കൊണ്ട് നിറയ്ക്കണം. രക്ഷാനത്വം പ്രാർത്ഥന ചെയ്യിക്കൊള്ളുമാറാണം. സ്വർഗസ്ഥ പിതാവേ, ആമേൻ.